കാരണം നമ്മുടെ ചക്രങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എനർജി മൂലാധാരത്തിലാണ് കുണ്ടലിനി, കേട്ടിട്ടുണ്ടോ? കുണ്ടലിനി എനർജി ഇരിക്കുന്നത്. അത് ഏറ്റവും സൃഷ്ടിയാണ്. ആ എനർജി എന്ന് വെച്ചാൽ താഴേക്ക് പോയ സെക്സും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പിരിച്വൽ എൻലൈറ്റൻമെന്റുമാണ്. പറയാൻ പാടില്ല എന്ന് ആദ്യം ആയിട്ട് പറഞ്ഞത് നീം കരോലി ബാബ, കേട്ടിട്ടുണ്ടോ? ഇല്ല. നീം കരോലി സ്റ്റീവ് ജോബ്സിന്റെ ഒക്കെ ഒരു ഗുരു. സ്റ്റീവ് ജോബ്സ് മറ്റേ ഫേസ്ബുക്കിന്റെ സ്ഥാപകന്റെ ഒക്കെ. ചില എനർജീസ് നമ്മുടെ എർത്ത് റെൽമിലുള്ള എനർജീസ് ആണ്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം ഉണ്ടാവും. കാരണം അവരുടെ ശരീരം ഉപേക്ഷിച്ചാലും അവരുടെ എനർജീസ് എർത്തിൽ തന്നെയാണ്. മന്ത്രങ്ങൾ ഉരുവിടുന്നതും അത് ഒരുപാട് തവണ ചൊല്ലുന്നതും അതും തമ്മിലുള്ള ബന്ധം അതെന്താ വെച്ചാൽ മന്ത്രം എന്ന് വെച്ചാൽ മനനാത്രായത്തെ ഇതി മന്ത്ര എന്നാണ്. അതായത് മനനം ചെയ്യുന്ന ആളെ, ചില ആൾക്കാർക്ക് മന്ത്രസിദ്ധി ഉണ്ട്. മന്ത്രസിദ്ധി ഉള്ളവരാണ് ദീക്ഷ കൊടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ മന്ത്രത്തിൽ സിദ്ധി ഉള്ളവർക്ക് ദീക്ഷ കൊടുക്കും. ഇത്ര ഒരു ജപിച്ചിട്ട് അപ്പോൾ നമുക്ക് സിദ്ധി വരും. അപ്പം അങ്ങനെ നമ്മൾ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. ഈ പടിയാറും എന്ന് വെച്ചാൽ ഷഡ്ചക്രങ്ങളാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. അപ്പോൾ ഈ ചക്രങ്ങളെ ശുദ്ധീകരിക്കാൻ മന്ത്രങ്ങൾക്ക് പറ്റും. ബീജമന്ത്രങ്ങളാണ്. അപ്പോൾ ലം, വം, രം, യം, ഹം, ഓം എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം. അപ്പോൾ അതെല്ലാവർക്കും അത് കുറച്ച് ഡീപ്പായിട്ടുള്ള അതിൻ്റെ ആ ഒരു പാകമായി സൺലൈറ്റും വാട്ടറും എല്ലാം ഒഴിച്ചു കൊടുത്താലേ അത് നന്നായി വിരിഞ്ഞ്. അതേപോലെ നമ്മൾ ഇതിനെ തട്ടി ഉണർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാനസിക നില തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ തെറ്റിപ്പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഉപാസന, അപ്പോൾ എന്തായിരിക്കും ഉപാസന? ഉപാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇഷ്ട ദൈവത്തിനോട് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഭാവം ഉണ്ടാവും. ഒരു പ്രണയം ആവാം, ഒരു മാതാവിനോടുള്ള സ്നേഹം ആവാം, എന്ത് വേണമെങ്കിലും. വാത്സല്യവും പ്രണയവും നിറഞ്ഞ. ഇപ്പൊ നമ്മുടെ ഇപ്പോൾ രാഹുലിന്റെ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും സുഹൃത്തുക്കളാണെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആരെടുത്ത് പോകണമെന്ന് രാഹുലിന് തന്നെ അറിയത്തില്ലായിരിക്കും. അതെ. പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരോടല്ലേ പോവുള്ളൂ. അവർക്ക് രാഹുലിനെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്, ഇപ്പൊ ഞാൻ ഈ സൈക്കിൾ ബാലൻസ് പോലെയാണ്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ഇപ്പോൾ കൃഷ്ണനാണ് ഇഷ്ടദൈവം എന്ന് പറയുമ്പോൾ കൃഷ്ണനെ തന്നെ കൂടുതലായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് കൃഷ്ണന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, കൃഷ്ണനെ കുറിച്ചിട്ടുള്ള നാമങ്ങൾ ചൊല്ലുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പർട്ടിക്കുലർ ഡയറ്റി ആയിട്ടുള്ള കണക്ഷൻ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടി തുടങ്ങും. അത് ഹിന്ദു മതത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. മറ്റവർക്ക് അതിൻ്റെ വരുന്നില്ല, കാരണം അവർക്ക് ഏകദൈവമാണ് ഓൾറെഡി. അപ്പോൾ ഉപാസന കുറച്ചുകൂടെ ഓൾറെഡി ഉണ്ട്. ഞങ്ങളുടെ ഈ ചാനലിൽ വന്ന രാമാനന്ദം എന്ന് പറഞ്ഞ സാറുണ്ട്. പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദേവതാ സങ്കല്പം ഉണ്ടെങ്കിൽ അത് മറ്റൊരാളോട് പറയരുത്. അത് ഓരോരുത്തർക്കും ഓരോ ദേവതാ മൂല്യമുണ്ടല്ലോ. അപ്പൊ അത് മറ്റാരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതെന്തായിരിക്കാം? അത് പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ അഭിപ്രായമാണ്. പക്ഷെ നമ്മുടെ ഉപാസനയെ കുറിച്ച് ഇപ്പൊ നമ്മൾ പേര് പറയുന്നതിനെ കുറിച്ചല്ല, പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മൾ ഉപാസിക്കുന്ന ദേവതയെ പറയാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെ ഇപ്പൊ ഉപാസനയെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ആദ്യം ആയിട്ട് പറഞ്ഞത് നീം കരോലി ബാബ, കേട്ടിട്ടുണ്ടോ? ഇല്ല. നീം കരോലി സ്റ്റീവ് ജോബ്സിന്റെ ഒക്കെ ഒരു ഗുരു. സ്റ്റീവ് ജോബ്സ് മറ്റേ ഫേസ്ബുക്കിന്റെ സ്ഥാപകന്റെ ഒക്കെ. പുള്ളിയാണ് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. ഉപാസനാമൂർത്തിയെ കുറിച്ച് ചില ആൾക്കാർ സീക്രട്ടായിട്ട് വെക്കും. പേഴ്സണലി ഞാൻ സീക്രട്ടായിട്ട് വെക്കാറില്ല. ഓരോരുത്തരുടെ ഓരോ ഇതാണ്. അവരുടെ ഗുരുവിന്റെ ഡയറക്ഷൻ ആയിരിക്കും ഒരു പക്ഷെ ഓരോ സമ്പ്രദായങ്ങൾ അനുസരിച്ച് മാറും. അതെ, എനിക്കൊന്ന് ആളുകൾക്ക് ഉപാസനയെ അത്രത്തോളം വേണ്ടത്ര പരിചയമില്ല എന്ന് തോന്നുന്നു. അപ്പം ഉപാസിക്കുന്ന ആളുകളുടെ എണ്ണം കുറവല്ലേ? ഇപ്പൊ ഉപാസനയും മെഡിറ്റേഷനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുമോ? പറ്റും. നമ്മൾ ഉപാസന ചെയ്യുന്നതിനാണോ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? ഉപാസനയിൽ വരുന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉപാസനയും സ്ട്രോങ് ആവും. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഉറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും? ഇല്ലല്ലോ. ഇല്ല. ഉറക്കം സംഭവിക്കേണ്ടതാണ്. പോയി കിടക്കുക, അല്ലെങ്കിൽ ക്ഷീണമാണെങ്കിൽ പോലും. അതേപോലെ മെഡിറ്റേഷൻ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം മെഡിറ്റേഷൻ അല്ല, മെഡിറ്റേഷൻ ടെക്നിക്കാണ്. മെഡിറ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ അഡിക്റ്റ് ആയി പോകും. ഒരു പോസിറ്റീവ് അഡിക്ഷനാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മെഡിറ്റേഷൻ, പൂർണ്ണമായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഉപാസന സ്ട്രോങ് ആവുകയും നമ്മൾക്ക് കണക്ഷൻ ഭയങ്കരമായിട്ട്, കാരണം ചിന്തകൾ ഉണ്ടാവില്ല. ഉപാസിക്കുന്ന ആളുകൾക്ക് ചിന്തകളല്ല. മെഡിറ്റേഷനും കൂടെ ചെയ്യുന്നവർക്ക് ചിന്തകളെ നമുക്ക് വരുതിയിൽ വരുത്താൻ പറ്റും. അപ്പോൾ ചിന്ത ഇല്ലാത്തപ്പോൾ എന്താണോ നമ്മുടെ ഉപാസന, അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഉപാസിക്കാൻ പറ്റും. ഉപാസന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ദൈവത്തെ മനസ്സിൽ കണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രം ചൊല്ലുന്നതാണ് ഉപാസന. ദൈവമാണെങ്കിലും ഗുരുവാണെങ്കിലും. ദൈവം എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. ഇപ്പൊ ഹിന്ദു മതത്തിൽ തന്നെ മിക്ക ആൾക്കാരും ഗുരുക്കന്മാരാണ്. അതെ, ജീവിച്ച് മരിച്ചവരല്ലേ. ഇപ്പോൾ ബുദ്ധനെ ഉപാസിക്കുന്നവരുണ്ട്, ഷിർഡി സായിബാബയെ ഉപാസിക്കുന്നവരുണ്ട്.
ഗണപതിയെ ഉപാസിക്കുന്നവരുണ്ട്. അപ്പോൾ ആരാണോ ഗുരുവാണോ ഈശ്വരനാണോ അല്ല ദേവി ദേവന്മാരാണോ ഏഞ്ചൽസ് ആണോ ആരെയാണോ നമ്മൾ ഉപാസിക്കുന്നത് അവരെ സ്ട്രോങ് ആയിട്ട് ഉപാസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന എന്താ പറയാ പർട്ടിക്കുലർ ഇത് വേണം അങ്ങനെ ക്രൈറ്റീരിയ. പക്ഷെ ഇതിനകത്ത് ആളുകൾക്ക് ചില ഇതില്ലേ, അതായത് ചിലരെ ഉപാസിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലമുണ്ടാകും. ഇപ്പം ഈ കുട്ടിച്ചാത്തൻ അതേ കൂട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെ ഉപാസിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലമുണ്ടാകുമെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. അത് ശരിയാണോ? അത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എനർജീസ് നമ്മുടെ എർത്ത് റെൽമിലുള്ള എനർജീസ് ആണ്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം ഉണ്ടാവും. കാരണം അവരുടെ ശരീരം ഉപേക്ഷിച്ചാലും അവരുടെ എനർജീസ് എർത്തിൽ തന്നെയാണ്. അവരെല്ലാം സോൾസ് ആണോ? അല്ല, ഇപ്പൊ നമ്മൾ ശരീരം ഉപേക്ഷിക്കാന്ന് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗുരു എന്ന് ഞാൻ ഉദ്ദേശിച്ച് ഇപ്പൊ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ആൾ ദൈവത്തിനെ കുറിച്ചല്ല, എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഗുരു. ഇപ്പൊ ബുദ്ധൻ അങ്ങനെയുള്ള, ഇപ്പൊ ശങ്കരൻ, ബുദ്ധൻ, ഷിർഡി അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ അവരെ നമ്മൾ ഉപാസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഇവരുടെ എനർജീസ് എർത്ത് റെൽമിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ചില ഉപാസന കണ്ടിട്ടില്ല, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരുപാട് നാളത്തെ സാധനകൾ, ഒരുപാട് ഇരുട്ട് റൂമിൽ അടച്ചിരുന്ന് ചെയ്യുന്ന അത് അങ്ങനെയുള്ള ഉപാസനകൾ കൂടുതലും അല്ല ഈ എർത്ത് റെൽമിൽ അല്ലാത്ത എനർജീസാണ്. അവരെ കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വൺസ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കണക്ഷൻ ഉണ്ടാവും. അത് ഇപ്പോഴത്തെ കാലത്ത് ദീക്ഷകളിലൂടെയാണത് പറ്റുക. അല്ലാതെ ആ ഒരു രീതിയിലുള്ള സാധനയൊന്നും ബുദ്ധിമുട്ട്. ഗുരുക്കന്മാരെ പെട്ടെന്ന് കിട്ടും. ഇപ്പൊ ഹനുമാൻ, ഗുരുക്കന്മാരുമായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആകാൻ കഴിയും അല്ലേ? അതെ. ബാക്കിയുള്ള വലിയൊരു സോഴ്സിനോട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു എനർജിയോട് നമുക്ക് അടുത്തെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപാസന വീണ്ടും വീണ്ടും, അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപാസന ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സംശയം വരും, ഇപ്പൊ ഉപാസന ചെയ്യുകയാണെങ്കിൽ പോലും മന്ത്രങ്ങൾ ഒരുപാട് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ഫലം കൂടുമെന്ന് പറയത്തില്ലേ? അപ്പൊ ഈ മന്ത്രങ്ങൾ ഉരുവിടുന്നതും അത് ഒരുപാട് തവണ ചൊല്ലുന്നതും അതും തമ്മിലുള്ള ബന്ധം അതെന്താ വെച്ചാൽ, മന്ത്രം എന്ന് വെച്ചാൽ മനനാത്രായത്തെ ഇതി മന്ത്ര എന്നാണ്. അതായത് മനനം ചെയ്യുന്ന ആളെ രക്ഷിക്കുന്നതാണ് മന്ത്രം. അപ്പോൾ ഒരുപാട് തവണ അത് ചെയ്യും തോറും നമ്മുടെ ബോധം, എനർജി ലെവൽ താഴെ നിന്നുള്ള ചക്രത്തിൽ നിന്ന് മുകളിലേക്കുള്ള ചക്രത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ഓറ എല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മൈൻഡും, അപ്പോൾ കോൺസ്റ്റൻ്റ്ലി നമ്മളൊരു പർട്ടിക്കുലർ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡും സ്റ്റില്ലാവും. അതുകൊണ്ടാണ് അങ്ങനെ മന്ത്രങ്ങൾ ഒരുപാട് ചെയ്യുന്തോറും നമ്മുടെ പവർ, അതിന് മന്ത്രസിദ്ധി എന്ന് പറയും. ചില ആൾക്കാർക്ക് മന്ത്രസിദ്ധി ഉണ്ട്. മന്ത്രസിദ്ധി ഉള്ളവരാണ് ദീക്ഷ കൊടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ മന്ത്രത്തിൽ സിദ്ധി ഉള്ളവർക്കേ ദീക്ഷ കൊടുക്കും. ഇത്ര ഒരു ജപിച്ചിട്ട് അപ്പോൾ നമുക്ക് സിദ്ധി വരും. അപ്പം അങ്ങനെ നമ്മൾ മന്ത്രസിദ്ധി ഉള്ളവർ ദീക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കണം. ജപിക്കുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. അപ്പം ഈ മന്ത്ര ദീക്ഷ കൊടുത്തു കഴിഞ്ഞാലും അത് എന്തെങ്കിലും ദോഷമുണ്ടാവും? ഇപ്പം നമ്മളൊരു മന്ത്രദീക്ഷ വാങ്ങി നമ്മളത് മന്ത്രം ജപിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവും? ദോഷം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഏറ്റവും നല്ല സ്പിരിച്വൽ സീക്കർ ആണെങ്കിൽ ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മന്ത്രം ഒരു പേഴ്സണൽ മോട്ടീവോട് കൂടിയാണ് ഒരാളുടെ അടുത്ത് വാങ്ങുന്നത്, അതിനെ പേഴ്സണൽ മോട്ടീവോട് കൂടിയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പല സമയവും ചെയ്യാതിരിക്കുക, അതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം സംസാരിച്ചു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡി തന്നെയാണല്ലോ നമ്മൾ ഉയർത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപബോധ തലത്തെ നമ്മൾ ഒരു അപ്പുറത്തെ തലവുമായി കണക്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഈ ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പം ഈ ചക്രങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ ശിവന്റെ ഒരു മന്ത്രം, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ പാട്ട്, തരകഭാരതി, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. ഈ പടിയാറും എന്ന് വെച്ചാൽ ഷഡ്ചക്രങ്ങളാണ്. അപ്പൊ ഈ 7 ചക്രങ്ങൾ, ഈ 6 ചക്രങ്ങളും 7ാമത്തെ സഹസ്രാരമുണ്ട്. അപ്പൊ ഈ ചക്രങ്ങൾ ശുദ്ധീകരിക്കുക, അതാണ് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. അപ്പൊ ഈ ചക്രങ്ങളെ ശുദ്ധീകരിക്കാൻ മന്ത്രങ്ങൾക്ക് പറ്റും. ബീജമന്ത്രങ്ങളാണ്. അപ്പോൾ ലം, വം, രം, യം, ഹം, ഓം എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം. അപ്പോൾ അതെല്ലാവർക്കും അത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ചക്രങ്ങളെ ഉണർത്താൻ പറ്റുന്ന ഒരു നാമമാണ് ലളിതാ സഹസ്രനാമം. അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് പല മന്ത്രങ്ങളും അടക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചൊല്ലുമ്പോൾ തന്നെ ചക്രങ്ങൾ സ്റ്റിമുലേറ്റഡ് ആവുകയും കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ നാൾ ചൊല്ലുമ്പോൾ ചക്ര ബാലൻസിങ് ഉണ്ടാവുകയും ചെയ്യും. മറ്റ് ബാലൻസിങ് തിയറീസ് നമ്മൾ നാമജപം, മന്ത്രങ്ങൾ ഓരോ ചക്രങ്ങളിൽ വെച്ചിട്ട് മന്ത്രം ജപിച്ചാലും ബാലൻസ് ഉണ്ടാവും. അല്ലാതുള്ള മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ അതൊരു ഗൈഡൻസിൽ നമ്മൾ ചെയ്യണം. അല്ല, ഞാൻ പലപ്പോഴും പലരുടെ നിന്നും കേട്ടിട്ടുള്ളൊരു അറിവാണ്. ഇപ്പം നമ്മൾ ഈ ചക്രങ്ങൾ ഉയർത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ
അത് നമുക്ക് കൂടുതൽ ദോഷം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷമായി ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? കാരണം നമ്മുടെ ചക്രങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എനർജി, ചക്രം മൂലാധാരത്തിലാണ് കുണ്ടലിനി, കേട്ടിട്ടുണ്ടോ? കുണ്ടലിനി എനർജി ഇരിക്കുന്നത്. അത് ഏറ്റവും സൃഷ്ടിയാണ്. ആ എനർജി എന്ന് വെച്ചാൽ താഴേക്ക് പോയ സെക്സും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പിരിച്വൽ എൻലൈറ്റൻമെൻറ്റുമാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിനെ ഒരു പൂവ് മൊട്ടിരിക്കുകയാണ്, നമ്മൾ കൈവച്ച് തുറന്ന് എങ്ങനെ ഇരിക്കും? ഭംഗി ഉണ്ടാവും? ഇല്ല. അതിൻ്റെ ആ ഒരു പാകമായി സൺലൈറ്റും വാട്ടറും എല്ലാം ഒഴിച്ചു കൊടുത്താലേ അത് നന്നായി വിരിഞ്ഞ്. അതേപോലെ നമ്മൾ ഇതിനെ തട്ടി ഉണർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാനസിക നില തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ തെറ്റിപ്പോയ ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി തേർഡ് ഐ ഓപ്പൺ ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പല. അല്ല, ഇന്ന് ഒരുപാട് ക്രാഷ് കോഴ്സുകൾ പോലെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അത് ഒരു നിമിഷ നേരത്തുനിന്ന് സംഭവിക്കുന്നതല്ല. ഒരു ഓർഗാനിക് ആയിട്ട് സാധന കൊണ്ട്, ഡീപ്പ് മെഡിറ്റേഷൻ കൊണ്ട്. സ്റ്റേജസ് ഉണ്ടോ ഈ ചക്ര? ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതെങ്ങനെയായിരിക്കാം? ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചക്ര മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ, പ്രത്യേക കാര്യം ഇതൊരിക്കലും നമ്മൾ യൂട്യൂബിലോ ഒന്ന് നോക്കി ചെയ്യാൻ പാടില്ല. അല്ല, ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ യൂട്യൂബ് ആയിരിക്കും നോക്കുന്നത് ഫസ്റ്റ്. ഈ ചക്ര മെഡിറ്റേഷൻ അല്ലാതെ നമ്മൾ ചക്രങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് മന്ത്രങ്ങളൊക്കെ ജപിച്ച് ചെയ്യാം. പക്ഷെ പ്രോപ്പർ ചക്ര മെഡിറ്റേഷൻ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഗൈഡൻസിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ഉയരാൻ പോവുകയാണ്. അത് നമുക്ക് ഓർഗാനിക് വരണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റേജിലൂടെ കടന്നു പോകണ്ടേ?